കഴിഞ്ഞ എപ്പിസോഡിലായിരുന്നു ഈ കഥയുടെ ആദ്യ ഭാഗം. ഇതുവരെയുള്ള കഥ ഇങ്ങനെയാണ്. യുവരാജാവായിരുന്ന ഈജി തന്നെ സ്ഥാനഭ്രഷ്ടനാക്കിയ അഗയോട് പ്രതികാരം ചെയ്യാൻ അവസരം പാർത്ത് കഴിയുമ്പോഴാണ് തൻ്റെ ചങ്ങാതിയായ നൗഫലിൻ്റെ സഹായത്താൽ രാജപത്നി ഈജിയുടെ കാമുകിയായി മാറുന്നത്. അഗ എന്ന രാജാവ് മകളായ ഇഫിയെ ബലി നൽകിയ വിവരം ഈജിയും നൗഫലും കൂടി ക്ലീറ്റയെ അറിയിക്കുന്നു. അതോടെ രാജാവായ അഗയെ വധിക്കാനുള്ള പദ്ധതി രൂപപ്പെടുകയാണ്. 10 വർഷം നീണ്ട യുദ്ധത്തിനിടയിൽ ജേതാവായ അഗ രാജ തലസ്ഥാനത്തേക്ക് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് ക്ലീറ്റയുടെ സന്ദേശം എത്തുന്നത്. അതിർത്തിയിലെത്തുമ്പോൾ പർവ്വത ശിഖരത്തിന് മുകളിൽ ഒരു ദീപം രാജഭടന്മാരെ കൊണ്ട് തെളിയിക്കണം. അത് കാണുമ്പോൾ താൻ എണ്ണിയാലൊടുങ്ങാത്ത ദീപങ്ങൾ കൊളുത്തി ഒരു ദീപശൃംഖല തന്നെ ഒരുക്കും. ഭർത്താവിൻ്റെ വിജയം ആഘോഷിക്കാനാണ് ക്ലീറ്റ ഈ ദീപപ്രളയം ഒരുക്കുന്നതെന്ന് രാജാവായ അഗ വിശ്വസിച്ച് ആനന്ദ പുളകിതനാകുന്നു. ഇനി തുടർന്ന് കേൾക്കുക. ക്ലീറ്റയുടെ മനസ്സ് നിറയെ പ്രതികാര ജ്വാലകളായിരുന്നു. പർവ്വത ശിഖരങ്ങളിലെ ദീപശൃംഖലയുടെ നാളങ്ങൾ തൻ്റെ മനസ്സിൻ്റെ വികാര സ്ഫുലിംഗങ്ങളാണെന്ന് അവൾക്ക് തോന്നി. യുദ്ധവിജയത്തിനായി മകളെ ബലിപീഠത്തിലർപ്പിച്ച തൻ്റെ ഭർത്താവിനെ കാണുമ്പോൾ എങ്ങനെയാണ് അഭിനയ മികവ് പുലർത്തി സംശയത്തിൻ്റെ നേർത്ത വിജികൾ പോലും ഒഴിവാക്കേണ്ടതെന്ന് അവൾ സ്വയം പഠിക്കുകയായിരുന്നു. യുദ്ധമുഖത്തിൽ നിന്നും കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെടുന്ന പുതിയ വധുവിനോട് പെരുമാറേണ്ട രീതികളും അവൾ ഉരുവിട്ടു നോക്കി. തൻ്റെ സ്ഥാനം കൈയടക്കാനെത്തുന്ന ഭർത്താവിൻ്റെ പ്രേയസിക്ക് തെല്ലിട പോലും സംശയം ജനിപ്പിക്കരുതല്ലോ. ക്ലീറ്റ ഒരു നിരീക്ഷകനെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിർത്തിയിരുന്നു. പർവ്വതത്തിൽ അഗ ദീപശലാഖ ഉയർത്തുന്നത് കണ്ടാൽ തൽക്ഷണം അക്കാര്യം ക്ലീറ്റയെ അറിയിക്കണമെന്ന് അയാളോട് നിഷ്കർഷിച്ചു. ഒരു കാവൽ നായെപ്പോലെ കുനിഞ്ഞു നിന്ന് ദീപം കാണാൻ അയാൾ കണ്ണും നട്ട് കാത്തിരിക്കുകയായിരുന്നു. വർഷങ്ങളോളം അയാൾക്ക് നിതാന്ത ജാഗ്രതയിൽ കഴിയേണ്ടി വന്നു. അവസാനം ഒരു ദിവസം കാവൽക്കാരൻ താൻ കാത്തിരുന്ന അവസരം കണ്ടെത്തി. പർവ്വതശിഖരത്തിൽ അഗ തെളിച്ച ദീപം കാണാൻ അയാൾക്ക് ഭാഗ്യം ലഭിച്ചു. ഓ ദീപം, ദീപം! ആനന്ദം കൊണ്ട് മതിമറന്ന കാവൽക്കാരൻ വിളിച്ചുകൂവി. പാതിരാത്രിയിൽ അയാൾ ക്ലീറ്റയെ ഉണർത്തി. പർവ്വതശിഖരത്തിൽ ദീപം തെളിഞ്ഞുവെന്ന വാർത്ത അറിയിച്ചു. രാജ്ഞി സന്തുഷ്ടയായി. താനൊരുക്കിയ ദീപശൃംഖലയ്ക്ക് തിരികൊളുത്തുവാൻ ക്ലീറ്റ കൽപ്പന കൊടുത്തു. കൊട്ടാര മട്ടുപ്പാവിൽ സൂര്യശോഭയുള്ള ദീപം തെളിഞ്ഞത് പർവ്വതശിഖരങ്ങളിൽ ദീപക്കാഴ്ചകൾ ഒരുക്കി കാത്തുനിന്നവർക്ക് അടയാളമായി. നിമിഷങ്ങൾക്കുള്ളിൽ മുനമ്പ് മുതൽ കൊട്ടാരം വരെ നീണ്ടുകിടന്ന പർവ്വതശിഖരങ്ങളിൽ ദീപപ്രളയമുണ്ടായി. പർവ്വതം മുഴുവൻ ദീപങ്ങൾ. അഗരാജാവ് വിജയശ്രീലാളിതനായി വരുന്നതിൽ ഏറ്റവും അധികം ആനന്ദിക്കുന്നത് താനാണെന്ന് ക്ലീറ്റ അഭിനയിച്ചു. പക്ഷേ നേരെ മറിച്ചായിരുന്നു അവളുടെ ഉള്ളിലെ ആഗ്രഹം. ആഹ്ലാദം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായി ക്ലീറ്റ പരസ്യമായി ദേവന്മാർക്ക് ബലികൾ അർപ്പിച്ചു. ഈജി ആയിരുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തി. അഗയെ വകവരുത്തുക ആയിരുന്നല്ലോ അയാളുടെ ലക്ഷ്യം. ഈജി തൻ്റെ കിങ്കരന്മാരെ ആയുധമണിയിച്ച് കൊട്ടാരത്തിനടുത്തുള്ള രഹസ്യ സങ്കേതത്തിൽ നിർത്തി. അഗ മടങ്ങി വരുന്നതിൽ താനും ആഹ്ലാദിക്കുന്നുവെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിരുന്നു അയാളുടെ ശ്രമങ്ങൾ. അഗ പർവ്വതപ്രാന്തത്തിലെത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായി. അദ്ദേഹം കൊട്ടാരത്തിലേക്ക് താമസിയാതെ എത്തുമെന്നത് തീർച്ച. കൊട്ടാരത്തിനടുത്ത് കാലുകുത്തിയാലുടൻ ആ കാര്യം അറിയിക്കുന്ന ആളിന് 2 സ്വർണ്ണ നാണയം സമ്മാനമായി നൽകുമെന്ന് ഈജി പ്രഖ്യാപനം ചെയ്യുകയും ചെയ്തു.
10 വർഷത്തെ യുദ്ധത്തിന് ശേഷം വിജയശ്രീലാളിതരായ ഗ്രീക്ക് വീരന്മാർ അത്യാഹ്ലാദത്തോടെ സ്വന്തം നാട്ടിലേക്ക് യാത്രയായി. പിറന്ന നാടിനെയും ബന്ധുജനങ്ങളിൽ കാണുവാൻ അവരുടെ മനസ്സ് ഉഴറി. ഇത്രയും വേഗം കൊട്ടാരത്തിലെത്തണം എന്നായിരുന്നു അഗയുടെ അഭിലാഷം. ഗ്രീക്ക് സൈന്യത്തിൻ്റെ അനിഷേധ്യ നേതാവായ അദ്ദേഹത്തിന് മറ്റാരെക്കാളും ആഹ്ലാദിക്കാൻ വകയുണ്ട്. ട്രോയി യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത് താനാണ്. ട്രോയിയോട് പകരം വീട്ടി യവന ജനതയുടെ അഭിമാനം സംരക്ഷിച്ചു. ഇവയെക്കാളൊക്കെ അഗയെ ഇളക്കി മറിച്ചത് തൻ്റെ പ്രേമഭാജനമായ ക്ലീറ്റയെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. പർവ്വതശിഖരത്തിൽ ദീപം കൊളുത്തണമെന്നും ആ ദീപം കണ്ട് പർവ്വതശിഖരങ്ങളെല്ലാം തനിക്ക് വേണ്ടി പ്രകാശപൂരം ഒരുക്കുമെന്നും വാഗ്ദാനം ചെയ്ത പ്രിയതമയുടെ വാക്കുകൾ അഗയെ ആഹ്ലാദത്തിൽ തന്നെ ആറാടിച്ചു. അവസാനം ആ ദിവസം സംജാതമായി. അഗ തൻ്റെ കൊട്ടാരത്തിനടുത്തേക്ക് കാലുകുത്തി. കാവൽ നിന്നിരുന്നവർ ഈ വാർത്തയുമായി കൊട്ടാരത്തിലേക്ക് ഓടി. മുന്നിൽ വന്നയാൾ ഈജിയോട് ആ വാർത്ത അറിയിച്ചു. 2 സ്വർണ്ണ നാണയങ്ങൾ അയാൾക്ക് ഈജി സമ്മാനമായി നൽകി. 20 സായുധരായ പടയാളികളെയാണ് ഈജി കൊട്ടാരത്തിൽ ഒളിപ്പിച്ചു നിർത്തിയിരുന്നത്. അഗയെ ചതിയിൽ കൊല്ലാനുള്ള നിർദ്ദേശങ്ങളും ഈജി അവർക്ക് നൽകിയിരുന്നു. അഗയെ സാഘോഷം സ്വീകരിക്കുന്നതിന് ഈജി പുറപ്പെട്ടു. വഴി മുഴുവൻ കൊടിത്തോരണങ്ങളാലും സ്വാഗതം ചെയ്യുന്ന കമാനങ്ങളാലും അലങ്കൃതമായിരുന്നു. പാട്ടുകാർ അഗയുടെ വീരാപദാനങ്ങൾ വാഴ്ത്തി. താളമേളങ്ങളോടും നൃത്തങ്ങളോടും കൂടി അദ്ദേഹത്തെ എതിരേറ്റു. അലങ്കരിച്ച സ്വർണത്തേരിൽ അഗ കൊട്ടാരത്തിലെത്തിയപ്പോൾ സർവാഡംബര വിഭൂഷിതയായി ക്ലിറ്റ രാജ്ഞി നിലകൊണ്ടു. അവൾ വികാരാധീനനായി ഭർത്താവിനെ ആലിംഗനം ചെയ്തു. ചെമ്പട്ടി വിരിച്ച പരവതാനിയിൽ കൂടിയാണ് കൊട്ടാരത്തിലേക്ക് അഗ ക്ലിറ്റയോടൊപ്പം നടന്നത്. ഭാര്യയുടെ സ്നേഹപ്രകടനങ്ങളിൽ ലേശവും സംശയം അഗയ്ക്ക് തോന്നിയില്ല. ട്രോയി രാജാവിൻ്റെ പുത്രിയായ കസാൻഡ്രായും അഗയോടൊപ്പം വന്നിരുന്നല്ലോ. ക്ലിറ്റ പുതിയ ഭാര്യയുടെ വരവിൽ കുപിതയാകുമോ എന്ന് അഗയ്ക്ക് ഭയമുണ്ടായിരുന്നു. പക്ഷേ യാതൊരു വെറുപ്പും ക്ലിറ്റ പ്രകടിപ്പിച്ചില്ല. കസാൻഡ്രായെ അവൾ ഔദാര്യ പുരസ്സരം സ്വീകരിച്ചു. ഒരു അനുജത്തിയോടെന്ന വണ്ണം കസാൻഡ്രായോട് ആദരവും താൽപ്പര്യവും ക്ലീറ്റ കാണിച്ചു. അത് കണ്ട് അഗയ്ക്ക് ഉൾക്കളം കുളിർത്തു. ഭർത്താവിനെയും നവവധുവിനെയും കണ്ടപ്പോൾ ഉള്ളിൽ പതഞ്ഞു പൊങ്ങിയ കോപത്തെ തണുപ്പിക്കാൻ ക്ലീറ്റ ഏറെ പണിപ്പെടുന്നുണ്ടായിരുന്നു. വിറച്ചു തുടങ്ങിയ വിരലുകൾ മറ്റാരും കാണാതിരിക്കാൻ തീന്മേശയിൽ നിരത്തി വച്ചിരുന്ന സ്വർണ്ണ ചഷകങ്ങൾക്ക് പിന്നിലേക്ക് അവൾ മറച്ചത് നവവധുവിൻ്റെ കണ്ണുകളിൽപ്പെട്ടു. പക്ഷേ അവൾക്ക് അപ്പോഴൊന്നും തോന്നിയില്ല. മനസ്സിലുള്ള സംഭ്രമം പുറത്തറിയിക്കാതിരിക്കാൻ ക്ലീറ്റ പാടുപെടുന്നുണ്ടായിരുന്നു. നവവധുവിനെ സ്വീകരിക്കുന്നതിൽ ലോഭം വരുത്താതിരിക്കാനുള്ള ജാഗ്രത ക്ലീറ്റ എത്രത്തോളം പുലർത്തിയോ അത്രത്തോളം ഒരു പന്തിയില്ലായ്മ കസാൻഡ്രയ്ക്ക് തോന്നി. ക്ലീറ്റയുടെ ചുണ്ടുകളിൽ കണ്ട വിതുമ്പലും കണ്ണുകളിൽ മിന്നിമറിഞ്ഞ സംഭ്രമവും കസാൻഡ്രയുടെ സൂക്ഷ്മനയനങ്ങൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അവൾ എന്തോ ആലോചനയിൽ മുഴുകി. ഉള്ളം കുളിർത്ത് നിന്നിരുന്ന അഗ അവളോട് ചോദിച്ചു, എന്താ കസാൻഡ്ര ചിന്തിക്കുന്നത്? ഭയപ്പെടാനൊന്നുമില്ല, വരൂ. അഗ അവളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. അവൾ മന്ത്രിച്ചു, രാജാവേ, ഇവിടെ എന്തോ കുഴപ്പങ്ങളുണ്ട്. മനുഷ്യരക്തത്തിൻ്റെ മണം ഉയരുന്നു. ഏയ്, ഒരു കുഴപ്പവുമില്ല. ഇത് നമ്മുടെ കൊട്ടാരമാണ്. എൻ്റെ ഭാര്യ ക്ലീറ്റ എത്ര താല്പര്യത്തോടെയാണ് നമ്മളെ രണ്ടുപേരെയും സ്വീകരിച്ചതെന്ന് കണ്ടില്ലേ? എന്നോടൊപ്പം നീ കൂടി വന്നതിൽ അവൾക്ക് സന്തോഷമേ ഉള്ളൂ. ഓ, എന്തോ എനിക്കത്ര വിശ്വാസം വരുന്നില്ല. അഗ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചെങ്കിലും കസാൻഡ്ര കൊട്ടാരത്തിന് വെളിയിൽ തന്നെ നിലകൊണ്ടു. അങ്ങ് വല്ലാതെ ക്ഷണിച്ചിരിക്കുന്നല്ലോ. വസ്ത്രങ്ങൾ മുഷിഞ്ഞിരിക്കുന്നു. കുളി കഴിഞ്ഞ് നല്ല വസ്ത്രം ധരിച്ച് നമുക്ക് വിരുന്നുശാലയിലേക്ക് പോകാം. അഗയുടെ കൈക്ക് പിടിച്ച് ക്ലിറ്റ കുളിമുറിയിലേക്ക് നയിച്ചു. കുളിമുറിയിൽ ചൂടുവെള്ളവും പരിമള തൈലങ്ങളും ഒരുക്കിയിരുന്നു. കുളി കഴിഞ്ഞ ശേഷം വാതിൽ തുറന്ന്
അക കുളിമുറിയിൽ നിന്ന് ഒരു കാൽ പുറത്തേക്ക് വെച്ചു. അപ്പോൾ ഒരു ടവലുമായി ക്ലിറ്റ ഓടിയെത്തി. ഇതാ, വെള്ളം മുഴുവൻ പോയിട്ടില്ല, ഞാൻ തുവർത്താം. അകയുടെ ഈറനണിഞ്ഞ തലമുടി തുവർത്തിക്കളയാനെന്ന വ്യാജേന ക്ലിറ്റ ആ ടവൽ വിരിച്ച് അയാളുടെ ശിരസ് മൂടി. ക്ലിറ്റ വിരിച്ച തുവർത്തുമുണ്ട് ശരിയായ തുണി ആയിരുന്നില്ല. ഒരു കുഴൽ പോലെ തച്ചെടുത്ത ആ തുണി കൊണ്ട് അവൾ ഭർത്താവിൻ്റെ ശിരസ് മൂടുകയായിരുന്നു. ഒരു വലയിൽ കുടുങ്ങിയ അനുഭവമായിരുന്നു അപ്പോൾ അകയ്ക്ക് ഉണ്ടായത്. ഹാ ക്ലീറ്റ, എന്നെ വിടൂ വിടൂ. അക വിളിച്ചു പറഞ്ഞത് അവ്യക്തമായ വാക്കുകളായി മുഴങ്ങി. കുഴലുപോലുള്ള വസ്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വെമ്പിയ അക പിടഞ്ഞു. ഉടനെ ഈജി ഓടി വന്ന് അയാളെ വരിഞ്ഞു മുറുക്കി. ക്ലീറ്റ പൊടുന്നനെ ഒരു കോടാലി കൊണ്ട് അകയുടെ ശിരസ് മുറിച്ച് താഴെയിട്ടു. ശബ്ദകോലാഹലം ഉയർന്നതുകൊണ്ട് അകയുടെ അംഗരക്ഷകർ സംശയിച്ചു. അവർ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. ചുടുചോരയിൽ മുങ്ങിക്കിടക്കുന്ന അകയുടെ ശിരസ്സാണ് അവർ കണ്ടത്. അകയുടെ അംഗരക്ഷകരും ഈജിയുടെ കിങ്കരന്മാരും തമ്മിൽ ഒരു ഘോര പോരാട്ടമാണ് പിന്നീടുണ്ടായത്. കൊട്ടാരാങ്കണം ഒരു ചോരക്കളമായി മാറി. ആയുധങ്ങളുടെ ക്ഷണക്ഷണൽക്കാരം കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. വെളിയിൽ നിന്ന കസാൻഡ്രായെ ഈജിയുടെ പടയാളികൾ പിടിച്ചു ബന്ധിച്ചു. അകയെ കൊന്ന അതേ കോടാലി കൊണ്ട് അവളെയും അവർ കൊന്നു. ഈ കൂട്ടക്കൊല നടന്നത് ഒരു ജനുവരി 13 തീയതിയായിരുന്നു. എല്ലാ വർഷവും ഇതേ ദിവസം വിമോചനത്തിൻ്റെ ദിവസമായി ദേശീയ ആഘോഷം നടത്തുവാൻ ക്ലിറ്റ ഉത്തരവിട്ടു. അവളുടെ നിർദ്ദേശം ഭൂരിപക്ഷം ജനങ്ങളും അനുസരിച്ചു. എന്നാൽ ഒരു ന്യൂനപക്ഷം അതിൽ നീരസം പ്രകടിപ്പിച്ചിരുന്നു. സ്ത്രീകുലത്തിന് കളങ്കം വരുത്തിയവൾ എന്ന് അവർ ക്ലിറ്റയെ കുറ്റപ്പെടുത്തി. അങ്കയുടെ ശവകുടീരം മറ്റൊരു സ്ഥലത്താണെന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ കൊട്ടാരത്തിലാണെന്നുള്ളത് അത്രേ സത്യം. അദ്ദേഹത്തിൻ്റെ തേരാളിയെയും കസാൻഡ്രായെയും അവളുടെ പുത്രന്മാരെയും അവിടെ വെച്ചാണ് ഈജി അരും കൊല നടത്തിയത്. അവരുടെ എല്ലാം ശവകുടീരങ്ങൾ അവിടെ തന്നെയുണ്ട്. അക മരിച്ച വാർത്ത അദ്ദേഹത്തിൻ്റെ സഹോദരനായ മെന പിന്നീടാണ് അറിഞ്ഞത്. യുദ്ധം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞ് മടങ്ങി വന്ന അദ്ദേഹത്തോട് ഈ വാർത്ത അറിയിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ദുഃഖത്തിന് അതിരില്ലായിരുന്നു. കൊട്ടാരത്തിൽ വന്ന ഉടൻ മെന സഹോദരൻ്റെ പ്രേതാത്മാവിന് രക്താർച്ചനയും പ്രാർത്ഥനയും നടത്തി. എന്നിട്ട് ഈജിപ്തിൻ തീരത്ത് ഒരു സ്മാരകം അകയ്ക്ക് വേണ്ടി അദ്ദേഹം പണിത് ഉയർത്തുകയും ചെയ്തു. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.